ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ എനർജി നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതുമായി കണക്ട് ചെയ്തിട്ട് എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക്, അതായത് വരുന്ന സമീപ ഭാവിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അട്രാക്ട് ആവാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവാനുള്ള സമയമാണ് നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിരന്തരമായി നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Pentacles, Seven of Wands, Seven of Pentacles, High Priestess, Ten of Swords, Five of Wands, Eight of Swords, Strength, Knight of Pentacles, Queen of Wands, King of Wands, Knight of Cups, Three of Wands, Two of Cups, the Lovers, Five of Cups, Sun energy, Ace of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഉറച്ച കൂടെ വിശ്വസിച്ച് ചേർത്ത് നിർത്തിയ വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വിശ്വാസവഞ്ചന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ഒരു സമയം. അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ്, ഭയങ്കരമായ ഒരു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വൈകാരികപരമായ ലോസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിച്ച ഏതോ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ച് മാറിപ്പോയിരിക്കുന്നു. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചീറ്റ് ചെയ്തായിരിക്കാം, മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ എല്ലാ രീതിക്കും നിങ്ങൾ ഒറ്റപ്പെടലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഒരു കോഴ്സ് ആയിട്ട് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ ഭയങ്കരമായ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നവര്. പക്ഷെ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തന്നെ കൈവിട്ട് പോകുന്നുണ്ട്. ട്രസ്റ്റ് നിങ്ങൾക്ക് വിട്ട് പോകുന്നുണ്ട്. ഒരു ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകും, മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അത് നടക്കുവോ ഇല്ലയോ അങ്ങനെ ഒരു രീതിയിലേക്ക് മനസ്സ് വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യം, അത് സാമ്പത്തികപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നേടാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് എഫേർട്ട് എടുത്താണ് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നേടിയെടുത്തത്. അപ്പൊ അങ്ങനെ നേടിയെടുത്ത ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നു. അത് നിങ്ങളെ എല്ലാ രീതിക്കും മാനസികപരമായിട്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായ ഒരു ഡൗൺ എനർജിയിലാണ് നിൽക്കുന്നത്.
ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സ്ട്രെങ്ത്തിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സെൽഫ് ലവിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ മറ്റു ചില ആളുകൾ ഇപ്പോഴും നിങ്ങൾ ഭയങ്കരമായൊരു ഡൗൺ സ്റ്റേജ് ആണ്. ആരോ നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നിനും ഇനി സാധിക്കില്ല. എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ കുറച്ച് സെൽഫ് ലവിലേക്ക് വരണം എന്നുള്ളതാണ്. വന്നവരാണെങ്കിൽ ഓക്കെ, വരാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരേണ്ടത് അനിവാര്യമായിട്ടൊരു സമയമാണ്. കാരണം നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ കണക്ട് ആവുന്നത്, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിന്റേതായ പോസിറ്റീവായ മാറ്റങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാള് ഹാർഡ് വർക്ക് ചെയ്തത്, ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓരോരോ സൈൻ ആയിട്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ലൈഫിനെ മുന്നോട്ടേക്ക് നോക്കി കണ്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ. അത്രത്തോളം ഡ്രീം കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം തകർന്നു പോയപ്പോഴായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതിന് എല്ലാ രീതിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണിത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ഉള്ള ഒരു വ്യക്തികളായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നവരെ നമുക്ക് കാണിക്കുന്നത്. ഒരു പുതിയ ഉണർവോട് കൂടി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ റിയൽ ആവാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ സോൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ആയി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സിനെ അറിയിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു പോയൊരു വ്യക്തികളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു forgiveness ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നടത്തി വരാനുള്ള ഒരു സാധ്യതകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു കറുത്ത പുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലേക്കും പോവാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ആ ഒരു കറുത്ത മറ അല്ലെങ്കിൽ ആ ഒരു കറുത്ത പുക പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വെളിച്ചം കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ ആരുടെയോ ഒരു ഓർമ്മകളിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മകൾക്കെല്ലാം തന്നെ നിങ്ങൾക്കൊരു അർത്ഥം സംഭവിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ആ ഒരു വേദനകൾക്കെല്ലാം ഒരു സൊല്യൂഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി കിട്ടിയിരിക്കുന്നത്. ഹോപ്പ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടി ഇപ്പോഴും നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും ലൈഫിൽ പ്രതീക്ഷിക്കാനായിട്ടുള്ള വകയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വന്നെത്തുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചില വ്യക്തികൾ ഇപ്പോഴും ഏതോ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കാം, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം കടന്നു വരാൻ പോവുകയാണ്. എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു പര്യവസാനം, അവിടെ നിന്നും നിങ്ങൾക്കൊരു റീബർത്ത്, ഒരു പുനർജന്മം എന്ന് പറയുമ്പോൾ വേദനകളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് ഒരു പുതിയ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു സന്തോഷകരമായ പരിസമാപ്തി. എല്ലാ രീതിക്കും നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വേദനകളിലൂടെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ആവാൻ പോവുകയാണ്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചക്രാസ് എല്ലാം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങളോ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കണം. കാരണം നിങ്ങൾ എന്താണോ നിരന്തരമായിട്ട് ചിന്തിക്കുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ട് 90% ചിന്തിച്ചിട്ട് 10% അവിടെ കൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ നിൽക്കരുത്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം നിങ്ങളുടെ ചക്രാസ് എല്ലാം ഈ ഒരു സമയത്ത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അട്രാക്ട് ആവും. ഇവിടെ ഫിനാൻഷ്യലി കാര്യങ്ങളിൽ ചിലവർക്ക് ഭയങ്കരമായൊരു നഷ്ടം വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ നടത്തിയവരായിരിക്കാം. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിർത്തിയ വ്യക്തികൾ, അവരിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മരണതുല്യമായ വേദനയിലൂടെ തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോവുകയാണ്. ആരാണോ എവിടെ നിന്നാണോ നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് അത് കൊണ്ടുപോയിരിക്കുന്നത്, അവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു forgiveness നടത്താനായിട്ട് പോകുന്നു. ഒരു ക്ഷമാപണത്തോടു കൂടി നിങ്ങളിലേക്ക് അതെല്ലാം തിരിച്ചു തരാനായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് തന്നെ ആയിരിക്കില്ല, നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പണം, ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് ഒഴുകി വരാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവർ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, എന്തായാലും നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച ഇവിടെ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് അലഞ്ഞു നടന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം നിങ്ങളുടെ പുറകെ ഒഴുകിയെത്തുന്ന സമയമാണ്. നിങ്ങൾ പോകുന്ന വഴിയെ ആ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് attract ആയിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാതെ നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ റിസൾട്ടിന്റെ സമയമാണിത്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എബ്രോഡിലേക്കൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ന്യൂസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ന്യൂസ് വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ന്യൂസിലൂടെ നിങ്ങൾക്ക് എബ്രോഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾ ഏതോ ഒരു സ്നേഹിക്കുന്ന പേഴ്സന്റെ ഓർമ്മകളിലേക്ക് മനസ്സ് പോയിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹമൊക്കെ വെറുതെ ആയി പോയോ എന്നുള്ള രീതിക്ക്, ആത്മാർത്ഥമായ ഒരു സ്നേഹമല്ല നിങ്ങൾക്ക് ലഭിച്ചത്. ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മാനസികപരമായിട്ട് ഭയങ്കരമായി വേദനിക്കുന്നുണ്ട്. ജീവിതത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ ഭയങ്കരമായൊരു മാറ്റങ്ങളാണ് നടക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് തന്നെ പറയാം. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു പെയർ എനർജിയാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണെങ്കിലും കിങ് ഓഫ് വാൻഡ്സ് ആണെങ്കിലും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സണും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസൽ ആയിട്ട് കടന്നു വരിക. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു ഈഗോ ആണെങ്കിലും, ദേഷ്യമാണെന്നുണ്ടെങ്കിലും, വൈരാഗ്യമാണെന്നുണ്ടെങ്കിലും, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണെന്നുണ്ടെങ്കിലും അതെല്ലാം അലിഞ്ഞില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യ സമയങ്ങളിൽ എങ്ങനെയാണോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്നത്, അതേ ആത്മാർത്ഥതയോട് കൂടി തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് നൽകി ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ടൈ എന്ന് വെച്ചാൽ അതിനെ കെട്ടിയുറപ്പിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു സമയം വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളിലേക്ക്. ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, ഒരു റെസ്പെക്ട്, ജെന്യുവൻ ആയിട്ടൊരു സ്നേഹം, ഇതെല്ലാം അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു സക്സസ് ആണ് വരാൻ പോകുന്നത്. ഒരു പ്രകാശം. ഇതുവരെ ഇരുൾ മൂടി നിന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ടേക്ക് അലഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, അത്രയും വേദനകളിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ വേദനകളെല്ലാം നിങ്ങൾ ഭയങ്കരമായി നിയന്ത്രിച്ച്, ഇമോഷണലി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത്, എല്ലാം നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങളാണ്. ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വേദനകൾക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു ഭീതി, ഇതെല്ലാം പൂർണ്ണമായി മാറി ജീവിതത്തിൽ ഒരു വെളിച്ചം വരാൻ പോകുന്നു. സന്തോഷവും സമൃദ്ധിയും കടന്നു വരാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, കുറച്ചുകൂടെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ബുദ്ധി കൂടെ പ്രയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി മാത്രമല്ലാതെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടും കൂടെ നിങ്ങൾ ചിന്തിക്കണം. കാരണം നിങ്ങളെ ആരും ഇവിടെ കെട്ടി നിർത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.
അപ്പൊ നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നത്, അത്രത്തോളമാണ് പുറത്തു നിന്നൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുക? അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സെൽഫ് ലവിലേക്ക് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ വരണം. അങ്ങനെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരുന്ന നിമിഷം നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആകും. നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആവുന്നതനുസരിച്ചാണ് പുറത്തുള്ള എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായ കാര്യങ്ങൾ, സ്നേഹബന്ധത്തിന്റെ കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ആ ഒരു തലച്ചോറുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം അത് നിങ്ങൾക്ക് ലഭിക്കും. വരണ്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയ ആ ഒരു സ്ഥലത്ത് നിന്നും പുതിയ നാമ്പുകളാണ് മുളയ്ക്കാൻ പോകുന്നത്. അതിപ്പോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും സ്നേഹബന്ധത്തിന്റെ, പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ് നിങ്ങളിലേക്ക് വരാനും പോകുന്നത്. ചിലവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു പുതിയ വ്യക്തി കടന്നു വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണിക്കുന്നത് ലവേഴ്സ് എനർജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലവരിപ്പോൾ വിവാഹം നോക്കുന്നവരോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇപ്പൊ ഇല്ലാതെ നിൽക്കുന്ന സമയം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലവർക്ക് ഒരു ലൈഫ് ഒക്കെ വേണം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ഒരു വ്യക്തി വേണം എന്നൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയബന്ധം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. വിവാഹം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് മാരേജ് അല്ല നമുക്കിവിടെ കാണിക്കുന്നത്, ഒരു സ്നേഹബന്ധത്തിലൂടെ നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ മുതൽ പരിചയമുള്ള ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധം അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു നഷ്ടബോധത്തിലൊക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു റീഡിംഗ് കാണുന്നവര് നിങ്ങൾക്കൊരു പ്രണയ നഷ്ടം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു പോയി, ഇനി ഒരു ലൈഫ് ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പുതിയ കണക്ഷൻ ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ രീതിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നടക്കുന്നതും ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരുപാട് റിയാലിറ്റിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കണക്ട് ആവുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയിലെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ് എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. Compromise, don't stop, opportunity, take action, yes, again yes, ask your angels, trust. Within the next few weeks ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റീഡിങ്ങിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെതായ രീതിക്ക് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കണക്ട് ആകുന്നു എന്നുള്ളത് വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്, അതായത് അതിൻ്റെതായ ഇൻഫർമേഷൻസ് അത് നിങ്ങളിലേക്ക് കണക്ട് ആവും. യൂണിവേഴ്സൽ സൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് അതിൻ്റെതായ ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് അറിയാൻ സാധിക്കും. ഇവിടെ കോംപ്രമൈസ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് നടത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാവണം. കാരണം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് വരുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് പണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് സമ്പത്തൊക്കെ കൊണ്ടുപോയവരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കോംപ്രമൈസിന് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കണം. ഒരു നല്ല രീതിക്ക് ഒരു കോംപ്രമൈസ് നടത്തി അത് സോൾവ് ചെയ്യുക. അതുപോലെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് വന്നു, ഇനി എനിക്ക് വയ്യ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ആഗ്രഹം പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ്. നിങ്ങൾ നിർത്താൻ വരട്ടെ, കാരണം നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി ആണ്, അവസരങ്ങളുടെ തൊട്ട് മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തി പോകരുത്.
കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഇവിടെ ഡബിൾ എസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളിലേക്ക് അത് കണക്ട് ആവുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കൂ. ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. വിശ്വാസത്തോടു കൂടി, പ്രാർത്ഥനയോടു കൂടി നിങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന അത് നിങ്ങൾ സമർപ്പിച്ച് മുന്നോട്ടേക്ക് പോകൂ. കാരണം ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ട്രസ്റ്റ് നിങ്ങൾക്ക് പല സമയത്തും കുറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 90% ആഗ്രഹിച്ചിട്ട് 10%ത്തിൽ നിങ്ങളുടെ മനസ്സ് അത് നടക്കുവോ അല്ലെങ്കിൽ നടക്കില്ലേ എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പോവരുത്. നിങ്ങൾ ഒരേ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. കാരണം എല്ലാ രീതിക്കും അവസരങ്ങളുടെ വാതിലുകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഒരിക്കലും പോവരുത്. മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ആത്മസമർപ്പണത്തോടു കൂടി വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് മാനിഫെസ്റ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതേ മീനിങ് തന്നെയാണ് നമുക്ക് ഗൈഡൻസിലും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചോദിക്കൂ. അത് നിങ്ങൾക്ക് ലഭിക്കും. ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ന്യായമായതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പൊക്കോളൂ. എല്ലാ രീതിയിലും നിങ്ങളുടെ സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങളുടെ സമയങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വേദനകൾക്കും യാതനകൾക്കും നിങ്ങൾ അനുഭവിച്ച മനോദുഃഖത്തിനും എല്ലാ രീതിക്കും ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിലും റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ആവുന്നത്, റെസനേറ്റ് ആവുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നന്ദി നിങ്ങൾ അറിയിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗും ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല. നിങ്ങളുടെ എനർജി വെച്ചിട്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങളുടെ അവസരങ്ങളുടെ മുന്നിൽ വരെ നിങ്ങൾ പോയിട്ട് ഒരിക്കലും ബാക്കിലേക്ക് ഇറങ്ങി പോകരുത്. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുമ്പോഴാണ് അത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പൊ നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡിലേക്ക് കണക്ട് ആവാതെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.